അങ്ങനെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഈ വട്ടത്തെ ജയിൽ നോമിനേഷനിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. എല്ലാവരും കൂടെ ജയിൽ നോമിനേഷനിൽ വിടുന്നത് നമ്മുടെ അനീഷിനെയും അതേപോലെ തന്നെ ലക്ഷ്മിയെയുമാണ്. ഇതൊരു ഫെയർ ആയിട്ടുള്ളൊരു ജയിൽ നോമിനേഷനായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? ഇതിനെക്കാട്ടിലും ഡിസേർവിംഗ് ആയിട്ട് ജയിലിൽ പോകാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ വേറെയും അവിടെ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് അവർ പിന്നെയും ഗ്രൂപ്പ് കൂടി അനീഷിനെയും ലക്ഷ്മിനെയും അയച്ചു എന്നതാണ് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. ബിക്കോസ് ലക്ഷ്മി ആ ഗ്രൂപ്പിലൊരു ടാസ്ക് ചെയ്ത് അത് സക്സസ് ആക്കിയൊരു വ്യക്തിയാണ് ആര്യൻ്റെ കൂടെ നിന്നിട്ട്, അല്ലേ? അപ്പം ലക്ഷ്മി ആയിരുന്നോ ശരിക്കും അത് പോകാൻ ഡിസേർവിംഗ് ആയിട്ടുള്ളത്? ശരിക്കും അത് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാനവാസ് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് കുളവാക്കിയ ഒരാളായിട്ട് പോലും ആര്യനോ അല്ലെങ്കിൽ ആര്യൻ്റെ ഗ്രൂപ്പിലുള്ള മറ്റാളുകളോ ചേർന്നിട്ട് ഷാനവാസിനെ എന്തുകൊണ്ട് ജയിൽ നോമിനേഷനിലേക്ക് തിരഞ്ഞെടുത്തില്ല? ഇത്രയും മനോഹരമായി കളിക്കേണ്ട ഒരു ടാസ്ക് കുളമാക്കി കൈ കൊടുത്തിട്ട് എന്തുകൊണ്ട് അവർ ലക്ഷ്മിയെ കൂടെ കളിച്ച് ലക്ഷ്മിയെ പറഞ്ഞു വിട്ടിട്ട് ഷാനവാസിനെ അവിടെ പിടിച്ച് നിർത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം. അനീഷ് കുറച്ച് ഡിസേർവിംഗ് ആണ്, കാരണം ഗസ്റ്റ് വന്ന ടൈമിൽ കുറച്ച് അലമ്പൊക്കെ അനീഷിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ വീക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ലക്ഷ്മിയെ സംബന്ധിച്ച് അത്രയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും ഇവർക്ക് കഴിഞ്ഞ വട്ടത്തെ വീക്ക്ലി ടാസ്കിന് അനുബന്ധിച്ച്, അതായത് കോയിൻസ് കിട്ടിയ ടാസ്ക് വെച്ചിട്ടെങ്കിൽ ഇവർക്ക് കളിക്കാമായിരുന്നു, അല്ലേ? നമ്മുടെ നൂറയ്ക്ക് കോയിൻസ് ഭയങ്കര കുറവായിരുന്നു, ആദിലയ്ക്ക് കുറവായിരുന്നു, ബിന്നിക്ക് കുറവായിരുന്നു. കാരണം അവരുടെ പെർഫോമൻസ് ഭയങ്കര മോശമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അപ്പം അങ്ങനത്തെയൊക്കെ വെച്ചിട്ട് ഇവർക്ക് അവരെയൊക്കെ പറഞ്ഞു വിടാമായിരുന്ന സ്ഥാനത്ത് എന്തുകൊണ്ട് അവർ ലക്ഷ്മിയെ ചൂസ് ചെയ്തു? ഷാനവാസിനെ അവിടെ നിർത്തിയിട്ട് അല്ലെങ്കിൽ ആദിലേനെ അവിടെ നിർത്തിയിട്ട് എന്തുകൊണ്ട് ഇവർ ലക്ഷ്മിയെ ചൂസ് ചെയ്തു എന്നത് മനസ്സിലാവുന്നില്ല. എന്തായാലും ശ്രീ മോഹൻലാൽ വരുന്ന സമയത്ത് അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ഇവരെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചോദിക്കുകയും അതിനുള്ള മറുപടി ലഭിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം.